ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നിക്കുവിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അവരുടെ പാത്രങ്ങളൊക്കെ തിളപ്പിച്ചതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എന്നും ഇങ്ങനെ രാവിലെ ഞാൻ എഴുന്നേൽക്കാറില്ല കേട്ടോ. അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നൈറ്റ് ഇച്ചിരി ഉറക്കം കുറവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റാറില്ല. അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ടോ. അതുകൊണ്ട് ദേ ഒരാൾ എഴുന്നേറ്റേക്കുന്നു. സാധാരണ ഇത്ര നേരത്തെ എഴുന്നേൽക്കാറില്ല. നൈറ്റ് ഉറക്കം കുറവായതുകൊണ്ട് ഇത്ര നേരത്തെ എഴുന്നേൽക്കാറില്ല കേട്ടോ ആൾ. പിന്നെ ആളെയും വെച്ചിട്ടായി ഞാൻ സ്കിൻ കെയറൊക്കെ മോയ്സ്ചറും സൺസ്ക്രീനൊക്കെ ഇടുവാണേ. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. അതിനുശേഷം നമ്മൾ ബ്രഷ് ചെയ്യാൻ പോയിരിക്കണം കേട്ടോ. നിക്കുഞ്ഞ് 2 പല്ലേ വന്നിട്ടുള്ളൂ കേട്ടോ ഇതുവരെ ആയിട്ടും. ആ 2 കുഞ്ഞി പല്ല് ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെ ബ്രഷ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അവളിങ്ങനെ ബ്രഷ് ഇങ്ങനെ കടിച്ച് പിടിച്ച് വെച്ചേക്കും. നെക്സ്റ്റ് നിക്കുവിൻ്റെ സ്കിൻ കെയർ ആണ് കേട്ടോ. നല്ല തണുപ്പൊക്കെ അല്ലേ, അപ്പം ഞാൻ എന്തായാലും മോയ്സ്ചർ ഇട്ട് കൊടുക്കും കേട്ടോ. മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത്രയും നേരം നമുക്ക് ക്യാമറാമാൻ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറാമാൻ റെഡിയാവാൻ പോയേക്കുവാണേ. ഓഫീസിൽ പോകണം. വേറെ ആരുമല്ല, നിക്കുവിൻ്റെ അച്ഛൻ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ബാഗൊക്കെ തൂക്കി രാവിലെ റെഡിയായി നിൽക്കുവാണേ. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇനി സ്കൂളിൽ പോകാൻ ടൈം ആകുമ്പോൾ ആളെങ്ങനെയാണോ ആവോ. ഇപ്പോൾ ഭയങ്കര ത്രില്ലടിച്ച് ബാഗ് തൂക്കി റെഡിയായിട്ട് നിൽക്കുക. എന്തോന്ന്? അത് അമ്മയുടെ ബാഗല്ലേ? ഇനിതേ നേരെ താഴോട്ട് പോവാണ് കേട്ടോ. താഴെ ചേച്ചിയും അമ്മയൊക്കെ എഴുന്നേറ്റിട്ട് പണിയിലാണ് കേട്ടോ. ഇതേ ഞാൻ ചായയും 2 ബ്രെഡും എടുത്തിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ രാവിലത്തെ ഓട്സൊക്കെ ഇപ്പോൾ കഴിക്കാറില്ല. രാവിലെ എഴുന്നേൽക്കാൻ പറ്റാഞ്ഞിട്ട് കഴിക്കാറില്ല. ദേ നിക്കു ഭദ്ര പഠിക്കാൻ ഇരുന്നപ്പോൾ അവളെ പോയി വിളിക്കുവാണ് കേട്ടോ. കളിക്കാൻ വിളിക്കുന്നതായിരിക്കും. പിന്നെ നിക്കുതേ ഇവിടെ മൊത്തം നടക്കും കേട്ടോ. എല്ലാവരുടെ ബാക്കിൽ നിന്ന് നടക്കും. കിച്ചണിലും ഭദ്രയുടെ അടുത്തുമായിട്ട് ഇങ്ങനെ മാറി മാറി നടക്കും. നിങ്ങൾ വിചാരിക്കും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. ഇല്ല ഗൈസ്, ഇതൊക്കെ തന്നെ പണി. അങ്ങനെ ചേട്ടൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവൾക്ക് കുറച്ച് കൊടുക്കും കേട്ടോ. മുന്നേയൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു ഇത്തിരിയെങ്കിലും. ഇപ്പോൾ വയ്യാതായതിനു ശേഷം ഒട്ടും ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ഒരു വക കഴിക്കത്തില്ല. ഒന്ന് വായിൽ വെച്ച് പോലും നോക്കത്തില്ല. അങ്ങനെയാണിപ്പോൾ. അതെ, ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ നിക്കുവിന് വേണ്ടിയിട്ട് കുറുക്കുണ്ടാക്കി. ഇതാകുമ്പോൾ ഇത്തിരിയെങ്കിലും 1-2 സ്പൂണെങ്കിലും അങ്ങ് പൊക്കോളും. അതുകൊണ്ട് കുറുക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ റാഗി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുന്നത്. അതിനുശേഷം നട്ട്സും സീഡ്സും പൗഡർ ഇട്ട് കൊടുക്കും കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അവിടെ അമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറൊക്കെ കിട്ടുന്നുണ്ട്. ചേച്ചിയും ചേട്ടനും ഭദ്രയ്ക്കും ചോറ് വേണം കേട്ടോ. അപ്പം 3 പേർക്കും വേണ്ടി ചോറൊക്കെ കിട്ടുവാണ്. ദേ ആൾ റെഡിയായിട്ട് നിൽപ്പുണ്ട് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നിക്കുവിൻ്റെ കുറുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിപ്പിക്കുന്നതാണ് പാട്. എത്ര ടൈം എടുത്തിട്ടാണെന്ന് അറിയാമോ കഴിപ്പിക്കേണ്ടത്? ബാ പാപ്പം കഴിക്കാം, ബാ. ഹലോ ഹലോ. അച്ചുതാ പോണ്.
ടാറ്റാ നിക്കു ടാറ്റാ. ഇത് സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. അച്ഛൻ പോവാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴത്തേനും നിക്കു കയറി മടിയിരുന്നോളും. ഹോണൊക്കെ അടിച്ച് ഒന്ന് സെറ്റായതിന് ശേഷം ആൾ ഇറങ്ങി വരുള്ളൂ. രാത്രി കത്തുള്ളൂ. അടുത്ത് ഫുഡ് കൊടുക്കുന്ന പെടപ്പാടാണ് കേട്ടോ ഗൈസ്. ഇത് ഒരുപാട് സമയമെടുക്കും. എത്ര സമയം കഴിഞ്ഞാലെന്ന് അറിയാമോ അവൾ കുടിച്ച് കഴിയണത്. അതും കംപ്ലീറ്റ് ചെയ്യത്തില്ല. എല്ലാ പിള്ളേരും ഇങ്ങനെ ആയിരിക്കുമല്ലേ, കഥയും കാര്യവും ഒക്കെ പറഞ്ഞ് എന്നിട്ടും കഴിക്കുന്നത് 1-2 സ്പൂണാണ്. അങ്ങനെ ഞങ്ങൾ വിജയകരമായിട്ട് കുറച്ച് കുറുക്കകത്താക്കിയിട്ടുണ്ടേ. ഇതേ അടുത്ത് ഭദ്ര യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാൻ. അങ്ങനെ ഭദ്രയും ചേച്ചിയും ഇത് ഇറങ്ങാൻ പോവാണേ. അവൾ ഭദ്രയെ സ്കൂളിലാക്കിയിട്ടാണ് ചേച്ചി പോകുന്നത് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. ആരിറങ്ങിയാലും നിക്കുനും കൂടെ പോകണമെന്നാണ് കേട്ടോ. അങ്ങനെ വാശി പിടിച്ചൊക്കെ ഇരിക്കും കുറച്ച് ടൈമൊക്കെ. പിന്നെ അവൾക്കിപ്പോൾ റെഗുലർ ആയതുകൊണ്ട് അവൾക്കറിയാം എന്തായാലും കൊണ്ടുപോകത്തില്ല എന്നറിയാം. അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവൾ പറഞ്ഞു വിട്ടോളൂ. ഇപ്പോൾ മുന്നേ ആയിരുന്നു ഇച്ചിരി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കൊണ്ടുപോകത്തില്ല എന്നിട്ടോ. നമ്മളിതേ ഫുഡ് കഴിക്കായിരുന്നു, ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോഴും എന്തോ ഒരു വാശി പോലെ എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുവാണേ, തറയിലൊന്നും ഇറങ്ങാതെ. ഈ മൂക്കടപ്പൊക്കെ ആയതുകൊണ്ട് വയ്യാത്തതിന് ശേഷം മൂക്കടപ്പുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ അതിന് ശേഷം ഇച്ചിരി വാശിയൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുക. തറ ഇറക്കിയിട്ടും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ആൾ കഴിക്കത്തില്ല, ദോശ ഇഡലി ഒരു വക കഴിക്കത്തില്ല. കുറുക്കൊക്കെ തന്നെയാണ് കഴിക്കണത്. അതിനിട്ട് കൊടുത്തിപ്പോൾ മൂത്രം ഒഴിച്ചു. ബാക്കിയെല്ലാം കഴുകാൻ കിടക്കുന്നു, കഴുകിട്ടെ. നീളമുള്ള ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മൂത്രം ഒഴിച്ചു. ഇത്തിരി ഒഴിച്ചോളൂ. പക്ഷേ തണുപ്പ് നമുക്ക് പ്രശ്നമില്ല. അവൾ അവിടെ എത്ര തണുത്താലും നമ്മൾ ഫാനൊക്കെ നല്ല കുറച്ചാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് തല തിരിച്ചാണ് വെച്ചേക്കുന്നത്. കാരണം ഇപ്പോൾ ഡയറക്റ്റ് ഫാൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഇത് വെച്ചത് മുതൽ നിക്കുവിന് ഇതൊന്ന് വലിച്ചെടുത്താൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. ഇന്നലെ ഭദ്ര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ. ഇനി നിക്കുവിന് എന്താ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ഉറക്കും. വയ്യാത്തത് കൊണ്ട് ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.